ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന കപ്പിൾ ഏത് സ്റ്റേജിലാണ് അവരുടെ ഡെന്റൽ ഹെൽത്ത് ചെക്ക് ചെയ്യുന്നത്? മുന്നേ ആണോ അതോ ഡ്യൂറിങ് ദ പ്രഗ്നൻസി കോഴ്സ് ആണോ? എന്ന് വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുമ്പോൾ മിക്കവാറും എല്ലാവരും ചെയ്യുന്നതാണ് ഒരു ഹെൽത്ത് ചെക്കപ്പ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഒരു ഡെൻ്റൽ ചെക്കപ്പിന്. കാരണം നിങ്ങളുടെ ടൂത്ത് ഹെൽത്തി ആയിരിക്കും പ്രഗ്നൻസി വരെ. പക്ഷേ പ്രഗ്നൻസി ടൈമിൽ നമുക്ക് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പോൾ നമ്മുടെ കാൽഷ്യം ഫോസ്ഫേറ്റ് ഒക്കെ കുറയുന്ന സമയത്ത് നമ്മുടെ പല്ലിൽ കേടുവരാനും ഗം ഇൻഫെക്ഷൻസ് ഒക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഗം ഇൻഫെക്ഷൻസ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ പീരിയോഡോണ്ടൈറ്റിസ് അങ്ങനെ ഒരു കേസിലോട്ട് പോയി കഴിഞ്ഞാൽ അത് നമ്മുടെ ബേബിയുടെ ഹെൽത്തിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. ഈവൻ പ്രീ ടേം ഡെലിവറി അല്ലെങ്കിൽ ലോ ബർത്ത് വെയ്റ്റ് ബേബീസിന് വരെ അത് വഴിയെടുക്കും. അതുകൊണ്ട് നേരത്തെ തന്നെ ഒരു ഡെൻ്റൽ ചെക്കപ്പ് നടത്തിയിട്ട് ക്യാവിറ്റീസ് ഉണ്ടെങ്കിൽ അത് റെസ്റ്റോർ ചെയ്യാം, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ സപ്പോസ് ഒരു ഡെൻ്റൽ ചെക്കപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സമയത്താണ് അവർക്ക് സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മൾ സെക്കൻഡ് ട്രൈമസ്റ്ററിലാണ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ ഒരു 4 to 6 monthsലാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നമുക്ക് സോൾവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ഇൻഫർമേഷൻ അറിയാൻ പേജ് ഫോളോ ചെയ്യാം.